ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ അവതരിപ്പിച്ച 2015-16 വർഷത്തെ ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയില്ല. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കി. അടുത്ത വർഷം മുതൽ ചരക്കു സേവന നികുതി നടപ്പാക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തുമെന്ന പൊതുവിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അരുൺ ജെയ്റ്റ്ലി അതിൽ തൊട്ടില്ല. ഇത് സ്ഥിര വരുമാനക്കാരായ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടിയാണ്. അതേസമയം ആരോഗ്യ ഇൻഷുറൻസ്, പുതിയ പെൻഷൻ പദ്ധതി തുടങ്ങിയവയിൽ ചേർന്നാൽ 4,44,200 രൂപ വരെ ആദായ നികുതി ഇളവ് നേടാൻ സാധിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാക്കി. Quoting of the PAN number is being made mandatory for purchase of any sale exceeding a value of ₹1 lakh. ഉദ്യോഗസ്ഥരുടെ പ്രതിമാസ യാത്രാപത്തയുടെ ആദായ നികുതി ഇളവ് പരിധി നിലവിലെ 800 നിന്നും 1,600 രൂപയാക്കി. ആരോഗ്യ ഇൻഷുറൻസിന് നികുതി ഇളവ് നിലവിൽ 15,000 രൂപയായിരുന്നത് 25,000 രൂപയാക്കി ഉയർത്തി. മുതിർന്ന പൗരന്മാർക്ക് ഇത് 30,000 രൂപയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ബിനാമി ഇടപാടിനെതിരെ നടപടിയെടുത്ത കൂടുതൽ നികുതി സമ്പാദിക്കാനാകുമെന്നും ധനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കള്ളപ്പണം തടയാൻ സമഗ്ര നിയമം കൊണ്ടുവരും. വിദേശ നിക്ഷേപം മറച്ചുവെച്ച റിട്ടേൺ ഫയൽ ചെയ്യുന്നതും റിട്ടേൺ ഫയൽ ചെയ്യാത്തതും 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാക്കുമെന്നും ജെയ്റ്റ്ലി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.